ഇവിടയിൽ വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ്. ഇന്ത്യ വീണ്ടും റഷ്യയുടെ അടുത്ത് തന്നെ ഓയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഡീല് സൈൻ ചെയ്തിരിക്കുകയാണ്. സൈൻ ചെയ്ത് ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അമേരിക്കയെ എതിർത്ത് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി നീ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ താരിഫ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും നെവർ മൈൻഡ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ മാറിയിരിക്കുകയാണ് ഇന്ത്യ. പ്രധാനമായിട്ട് ചൈനയും അമേരിക്കയും തമ്മിൽ 36 ഡീലുകൾക്ക് വേണ്ടിയിട്ടുള്ള MOU സൈൻ ചെയ്തതിൽ ഇന്ത്യക്ക് അതൃപ്തി ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം മിനിറ്റിന് ചൈനയ്ക്കെതിരെ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ചൈനയെ ഒരു കോമ്പറ്റീറ്ററായിട്ട് സെറ്റ് ചെയ്തിട്ട് ചൈനയാണ് കംപ്ലീറ്റ് അമേരിക്കയുടെ സ്വത്തുക്കൾ മൊത്തം കൊള്ളയടിച്ചുകൊണ്ട് പോയത് എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് ഇന്ന് മൊത്തത്തിൽ മുട്ടുമടക്കി സാഷ്ടാംഗം വീണിരിക്കുകയാണ് ഷീ ജിങ് പിങ്ങിൻ്റെ കാലിലേക്ക്. എനിവേ, ചൈനയുമായിട്ടുള്ള ഡീൽ നടക്കാതിരിക്കട്ടെ എന്ന് കരുതാം നമുക്ക്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും തന്നെ നല്ല സൂപ്പർ എക്കോണമിയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ ലോകത്ത് ബാക്കിയുള്ളവരെല്ലാം തന്നെ വെള്ളം കുടിക്കേണ്ടി വരും. അവർ രണ്ടുപേരുടെയും അടിമകളായി മാറും മറ്റുള്ള രാജ്യങ്ങളെല്ലാം. അത് ഏകദേശം ഉറപ്പുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ പണം അവരുടെ കയ്യിലാണുള്ളത്. അവർ പണം ഇങ്ങനെ എറിഞ്ഞ് സ്വാധീനിക്കും മറ്റുള്ള രാജ്യങ്ങളെ. ലോൺ കൊടുത്ത് സ്വാധീനിക്കും ചൈന. പിന്നീട് അവരുടെ അടിമയായിട്ട് മാറ്റും. ഏതെങ്കിലും തരത്തിൽ ചൈനയ്ക്കെതിരെ സ്വരം ഉയർത്തിക്കഴിഞ്ഞാൽ അപ്പോഴേ അവർ കടം തിരികെ ചോദിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സ്ഥലം എഴുതി വാങ്ങിക്കും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൈനയുടെ സൈഡിലുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യക്കുള്ള വിയോജിപ്പ് എന്താണെന്നുള്ളത് ഞാൻ ഇൻസൈറ്റ്സ് മലയാളം എന്ന് പറഞ്ഞ നമ്മളുടെ മെയിൻ ചാനലിൽ ഒരു വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇന്ത്യക്ക് വരാനിരിക്കുന്ന വിപത്ത്. അമേരിക്കയും ചൈനയും തമ്മിൽ ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, MOU ആണ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്, ഇത് ഡീലായി മാറി ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടികളെക്കുറിച്ച് ഞാൻ അതിനകത്ത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ എന്തായാലും ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ പോർട്ട് വികസിപ്പിക്കാൻ തീരുമാനമെടുത്തത് മാത്രമല്ല, വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ശക്തമായ രീതിയിൽ ആ വർക്കുകൾ സ്പീഡപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇൻഡോ പസഫിക് റീജിയനിലായിക്കോട്ടെ, പ്രത്യേകിച്ച് നമ്മളുടെ മേഖലയിൽ കടന്നു വരുന്ന കപ്പലുകളെ കൃത്യമായിട്ട് നിരീക്ഷിക്കാനും പ്രത്യേകിച്ച് ചൈനയുടെ ഷിപ്മെൻറ്റുകളെ വളരെ വ്യക്തമായിട്ട് നിരീക്ഷിക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അമേരിക്കയുടെ വിളയാട്ടം ഇപ്പോൾ ഈ മേഖലയിൽ കൂടുതലുണ്ട്. അതും നമുക്ക് ഒരു പരിധിവരെ നിരീക്ഷിക്കാനും സാധിക്കും. അത് മാത്രമല്ല, നാളൊരു സമയത്ത് ഇത്ര നോട്ടിക്കൽ മൈൽ വരെ ഇപ്പോൾ ഇന്ത്യയുടെ ലാൻഡാണ് ആൻഡമാൻ നിക്കോബാർ എന്നുണ്ടെങ്കിൽ ആ ലാൻഡിൻ്റെ ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര നോട്ടിക്കൽ മൈൽ വരെ നമ്മളുടെ പരിധിയാണ്. ആ പരിധിക്കുള്ളിൽ നമുക്ക് എന്ത് വേണേലും ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും കൂടിയാണ്. അങ്ങനെ ഒരു ഡിഫൻസ് സെക്യൂരിറ്റി മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു കൺട്രോൾ, ആ മേഖലയിൽ ഒരു കൺട്രോൾ കൃത്യമായിട്ട് ഇന്ത്യയുടെ കയ്യിൽ വരും. പ്രത്യേകിച്ച് സ്ട്രെയ്റ്റ് ഓഫ് മലാക്ക കഴിഞ്ഞ് വരുന്ന കപ്പലുകളെല്ലാം തന്നെ കൃത്യമായിട്ട് ഇന്ത്യക്ക് നിരീക്ഷിക്കാൻ പറ്റും. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററും ആന്ധ്ര CM ചന്ദ്രബാബു നായിഡുവും 15,803 കോടി ചെലവിലുള്ള ഒരു AMCA ഫൈറ്റർ ജെറ്റിൻ്റെ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിൽ. ചൈനയും പാകിസ്ഥാനും കൂടി ചേർന്നിട്ട് മോഡേൺ വാർഫെയറിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ള തരത്തിൽ ചർച്ചകൾ നടത്തുകയാണ്. ചൈനയും പാകിസ്ഥാനും കൂടി ചേർന്നിട്ട് മോഡേൺ വാർഫെയറിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ള തരത്തിൽ ചർച്ചകൾ നടത്തുകയാണ്. അപ്പോൾ അതിൽ അവർ മെയിനായിട്ട് ചിന്തിക്കുന്നത് ഹൈബ്രിഡ് ടാക്ടിക്സ്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഹൈബ്രിഡ് ടാക്ടിക്സിൽ കുറേ വിഷയങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ട് പാകിസ്ഥാനൊരു ഹോപ്പ് കൊടുത്തിരിക്കുകയാണ് ചൈന. അതായത്, അരേ ഭായ്, നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ പിന്നാലെ ഉണ്ട്, ഏത് തരത്തിലുള്ള ടെക്നോളജിയും ഞങ്ങൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യും, പക്ഷേ നിങ്ങളുടെ ഓപ്പറേഷൻ ഇന്ത്യക്കെതിരായിരിക്കണം. അങ്ങനത്തെ ഓപ്പറേഷനെ ഞങ്ങൾ സഹായിക്കും എന്നുള്ളതാണ് ചൈനയുടെ നിലപാട്. ഇൻഡജീനിയസ് സാറ്റലൈറ്റ് മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് 105 കോടി ഗ്രാൻഡ് ധ്രുവ സ്പേസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ ഗവൺമെൻറ്, അഥവാ DRDO അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്ട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്തിരിക്കുകയാണ് 105 കോടി ഗ്രാൻഡ്. ഈ പ്രോജക്റ്റ് ശരിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് ഈ പ്രോജക്റ്റ് പെടുത്തിയിരിക്കുന്നത്. ചൈന രാപ്പകലില്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. J-20 ഫൈറ്റർ ജെറ്റ് മാസ് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് J-20 ഫൈറ്റർ ജെറ്റ് 24/7 ഫാക്ടറി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് വാർത്തകൾ വരുന്നത്. ബജൗർ ബോർഡറിൽ TTP തെഹ്രീക്ക് താലിബാനികൾ നടത്തിയ ആക്രമണത്തിൽ 8 പാകിസ്ഥാൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. താരാപൂർ എന്ന് പറഞ്ഞ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ 2ാമത്തെ യൂണിറ്റ് പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. അപ്പോൾ അത് ആറ്റമിക് എനർജി ഏജൻസി ജസ്റ്റ് അതൊന്ന് വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഓർഡർ ഒന്ന് പാസ്സാക്കി കൊടുക്കണം. പാസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താരാപൂരിൽ 2nd യൂണിറ്റ് പവർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. താരാപൂർ എന്ന് പറഞ്ഞത് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മീഡിയേഷൻ നല്ല രീതിയിൽ പാളിയതോടുകൂടി
അമേരിക്കയിൽ നിന്നും തിരിച്ചടി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ്റെ കപ്പലുകൾ വരെ അമേരിക്ക തടഞ്ഞു വെച്ചിരിക്കുകയാണ് 11 എണ്ണം, ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ചമ്മി നാറി പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങളുടെ ഇടയിൽ പോയിട്ട് അറബ് നാറ്റോ നമുക്ക് വീണ്ടും റിവൈവ് ചെയ്യാം എന്നുള്ള തരത്തിൽ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പക്ഷേ അറബ് രാജ്യങ്ങൾ ആരും തന്നെ അതിനെ ഇപ്പോൾ വെൽക്കം ചെയ്യുന്നില്ല. കംപ്ലീറ്റ് പണി പാളിയ അവസ്ഥയിലാണ്. അതായത് ട്രംപിൻ്റെ അടുത്ത് ഒന്നുകൂടെ ധരിപ്പിക്കണം, അറബ് രാജ്യങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് ഇപ്പോഴും നല്ല രീതിയിലുള്ള സ്വാധീനമുണ്ട്, സോ മീഡിയേഷൻ തുടരാം എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ധരിപ്പിക്കണം. ഇപ്പം ശരിക്കും ട്രംപ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മര്യാദയ്ക്ക് മീഡിയേഷൻ ചെയ്യുന്നെങ്കിൽ ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യണ്ട എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഇറാനിന് സഹായം ചെയ്തതുകൊണ്ടാണ്. ഇറാൻ്റെ കാർഗോ എയർക്രാഫ്റ്റിന് നൂർഖാൻ ബേസിൽ ലാൻഡ് ചെയ്യാൻ പെർമിഷൻ കൊടുത്തതും, അതുപോലെ തന്നെ ഇറാൻ്റെ ഷിപ്മെൻറ്റുകൾ കംപ്ലീറ്റ് പാകിസ്ഥാൻ്റെ പോർട്ടിൽ ഇറക്കി റോഡ് മാർഗം ഇറാൻ അയച്ചു കൊടുക്കുന്നതും അതിന് പകരമായിട്ട് ഇറാൻ്റെ പക്കൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നതുമാണ് ഇപ്പം പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഓസിനുള്ള എണ്ണ വാങ്ങിപ്പ്, ഇതാണ് പാകിസ്ഥാന് കിട്ടുന്ന ലാഭം. ഇത് കൃത്യമായിട്ട് അമേരിക്ക തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ അറബ് നാറ്റോ ക്രിയേറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് തുർക്കിയൊക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുർക്കിയാണെങ്കിൽ സിറിയയുമായിട്ട് ചെറിയ ടെൻഷനിലാണ്. സിറിയയുടെ ബോർഡറിൻ്റെ അടുത്ത് ഇവർ ട്രഞ്ചസ് കുഴിക്കുന്നുണ്ട്. ഈ ട്രഞ്ചസ് എന്തിനാണ് കുഴിക്കുന്നത് പറഞ്ഞാൽ, ശരിക്കും ബോർഡർ ഏരിയയിൽ ട്രഞ്ചസ് കുഴിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിന്ന് ഹൈഡ് ചെയ്തിരുന്നിട്ട് എണ്ണീറ്റ് വെടിവെച്ചിട്ട് വീണ്ടും ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഴിക്കുന്നതാണ് ഈ ട്രഞ്ചസ്. അപ്പോൾ അങ്ങനെ ട്രഞ്ചസ് കുഴിച്ചിട്ടിട്ട് കാത്തിരിക്കുകയാണ് തുർക്കി. ആർക്ക് വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയില്ല. സിറിയ തുർക്കി ബോർഡറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ഏഷ്യ വാറുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഷീ ജിൻപിങ് എങ്ങനെയെങ്കിലും സംസാരിച്ച് പ്രഷർ ചെയ്ത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ തുറപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ട്രംപ്. നാണമില്ലാത്ത ട്രംപ് എന്നേ പറയാനുള്ളൂ. എന്ത് നാണക്കേടാണെന്ന് നോക്കൂ. ലോക പോലീസാണ് അത്രേ. ജസ്റ്റ് ഒരു 32 കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ അമേരിക്കയ്ക്ക് കൺട്രോൾ എടുക്കാൻ പറ്റുന്നില്ല. ദയനീയ അവസ്ഥയാണ്. അതുപോലെ 2 ദിവസത്തിന് മുമ്പ് PM മോദിയെ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ സെർഗൈ ലാവ്റോവ് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇന്ത്യ റഷ്യ ഓയിൽ ഡീല് സൈൻ ചെയ്തത്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ഫോർ കമേഴ്ഷ്യൽ ഷിപ്പുകൾക്ക് വേണ്ടിയിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇപ്പോഴും ഓപ്പൺ ആണ്. പക്ഷേ ഇറാൻ നേവിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. അത് ഇറാൻ നേവിയുമായിട്ട് സംസാരിച്ചിട്ട്, സെപ്പാൻ നേവിയുമായിട്ട് സംസാരിച്ച് അതിൻ്റെ പെർമിഷൻ വാങ്ങിച്ചാൽ മാത്രമേ പോകാൻ പറ്റൂ. അതായത് ഇറാൻ ഇതിന് മുമ്പും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്, അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. പക്ഷേ ഇവിടെ UAE-യിൽ നിന്നും കപ്പലുകൾ പോയി കഴിഞ്ഞാൽ അതിനെ തടയാൻ വേണ്ടിയിട്ട് IRGC ശ്രമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഇന്ത്യക്ക് ഇച്ചിരി തിരിച്ചടിയാവുന്നത്. കാരണം ഇന്ത്യ UAE-യിൽ നിന്നും ഒരുപാട് ഓയിലും ഗ്യാസും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു തടസ്സമായിട്ട് മാറുകയാണ് ഇപ്പം ഇറാൻ്റെ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ബ്ലോക്കേഡ്. ട്രംപ് ഷീ ജിൻപിങ്ങിനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് വൈറ്റ് ഹൗസിലേക്ക്. വരൂ, നമുക്ക് അവിടെ നിന്ന് ചർച്ച ചെയ്യാം, ചായയൊക്കെ കുടിക്കാം, ഡിന്നറൊക്കെ ആവാം, ഷാമ്പയിനൊക്കെ കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉടുപ്പില്ലാതെ ഇതേ ഷീ ജിൻപിങ്ങിനെയാണ് ഘോര വിമർശിച്ചത് ട്രംപ് പൊസിഷനിൽ വന്ന ഉടനെ. താരിഫ് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൂത്ത് സോഷ്യൽ മീഡിയ പേജിൽ എഴുതി കളിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതാണ് പൊളിറ്റിക്സ്. ഈ പൊളിറ്റിക്സ് നമ്മുടെ ലോക്കൽ പൊളിറ്റിക്സ് മാതൃകയിൽ മാറിയിരിക്കുകയാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. US-ൻ്റെ കോൺഗ്രസിൽ നിന്നും ട്രംപിൻ്റെ മേളിൽ ഒരു സമ്മർദ്ദം. എന്താണ് സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ, ചൈനയുടെ ഉള്ളിലുള്ള അമേരിക്കൻ പ്രിസണേഴ്സ് കുറച്ച് ആൾക്കാരെ ചൈന പിടിച്ചു വെച്ചിട്ടുണ്ട്. സ്പൈ വർക്ക് അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രപ്രവർത്തനം നടത്തുന്ന ആൾക്കാരൊക്കെ ചൈനയ്ക്കുള്ളിൽ പോയി കഴിഞ്ഞാൽ അമേരിക്കക്കാരെ പിടിച്ചു വെക്കും. അതുപോലെ ഏതെങ്കിലും ചിപ്പ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയിലൊക്കെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവർ പിടിച്ചു വെക്കും. AI ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവർ പിടിച്ചു വെക്കും. ഇങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന പ്രിസണേഴ്സിനെ എല്ലാം തന്നെ ചൈന റിലീസ് ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് ഏതെങ്കിലും തരത്തിൽ ഷീ ജിൻപിങ്ങുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള വിഷയത്തിനെ ചൊല്ലി ട്രംപിൻ്റെ മേളിൽ സമ്മർദ്ദം അപ്ലൈ ചെയ്യുന്നുണ്ട് US-ൻ്റെ കോൺഗ്രസ് മെമ്പേഴ്സ്. അപ്പോൾ എന്തായാലും UAE-യും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായ രീതിയിൽ തുടരുകയാണ്. ശരിക്കും UAE പൈപ്പ് ലൈൻ നിർമ്മാണത്തിലാണ്. ഈ പൈപ്പ് ലൈൻ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ 1.8 മില്യൺ ബാരൽ പെർ ഡേ എണ്ണ UAE-ക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE-യുടെ ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിലുപരിയായിട്ട് പല ബിസിനസ് മേഖലകളെക്കുറിച്ചും ചർച്ച നടത്തിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്ത്യക്കുള്ളിൽ നടത്താൻ വേണ്ടിയിട്ടും ധാരണയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.